വിദ്യാർത്ഥികളെ, +1 കമ്പ്യൂട്ടർ സയൻസിലെ ചാപ്റ്റർ 1 ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൽ കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഇവാലുവേഷനും, പഴയ കാലങ്ങളിൽ ആളുകൾക്ക് എണ്ണാൻ അറിയില്ലായിരുന്നു. ആളുകൾ, ആൻഷ്യന്റ് മനുഷ്യന്മാരെല്ലാം കൂടുതൽ കുറച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ നിന്നും ഇന്ന് നാം കാണുന്ന കൗണ്ടിംഗ് സിസ്റ്റത്തിലേക്ക് വളരെ വർഷങ്ങളുടെ നിരന്തരമായ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ കൗണ്ടിംഗ് സിസ്റ്റവും നമ്പർ സിസ്റ്റവും പഴയകാല നമ്പർ സിസ്റ്റങ്ങളും ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒന്ന് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമതായി, എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്. ഇന്ന് നാം കാണുന്ന സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് പഴയ അബാക്കസിൽ നിന്നും നാം എങ്ങനെ എത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനവും നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാം. കൂടാതെ വ്യത്യസ്ത ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, 1G, 2G, 3G, 4th ജനറേഷൻ, 4G, 5th ജനറേഷൻ, അങ്ങനെ ഉള്ള കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസിന്റെ ഒരു ഓവർ വ്യൂവും നാം ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കുന്നു. കൂടാതെ എവല്യൂഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ദ ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതും, കൂടാതെ അലൻ ട്യൂറിംഗ് എന്ന സയന്റിസ്റ്റിന്റെ കമ്പ്യൂട്ടർ സയൻസിലുള്ള കോൺട്രിബ്യൂഷൻസും ആണ് നാം ഈ ചാപ്റ്ററിൽ വിശകലനം ചെയ്യുന്നത്. ഇതിൽ നമുക്കറിയാം, കമ്പ്യൂട്ടേഴ്സ് പ്ലേ എ മേജർ റോൾ ഇൻ എവറി ആസ്പെക്ട് ഓഫ് അവർ ഡേ ടു ഡേ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കമ്പ്യൂട്ടിംഗ് എന്ന കൺസെപ്റ്റ് അബാക്കസിൽ തുടങ്ങി ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിൽ എത്തി നിൽക്കുകയാണ്. അബാക്കസ് എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഫസ്റ്റ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, മെഷീൻ എന്നൊക്കെ നമുക്ക് അബാക്കസിനെ പറയാവുന്നതാണ്. ഏതായാലും ഏറ്റവും ആദ്യം കമ്പ്യൂട്ടിംഗ് മൈൽസ്റ്റോൺ ആൻഡ് മെഷീൻ എവല്യൂഷൻ എന്നതിനെ കുറിച്ച്, കമ്പ്യൂട്ടിംഗ് എങ്ങനെ തുടങ്ങിയെന്നും അതിൽ കൗണ്ടിംഗ് എന്താണെന്നും മെഷീൻ എവല്യൂഷൻ എന്നുള്ളതും നമുക്ക് ഈ സെക്ഷനിൽ വിശകലനം ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, പഴയകാല പ്രാചീന മനുഷ്യർ കല്ലുകൾ ആയിരുന്നു കൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുതന്നെ അവർക്ക് ധാരാളം ആടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ആടുകളെയൊക്കെ മേക്കാൻ വിടുമ്പോൾ അവർ ഓരോ കല്ലോ അല്ലെങ്കിൽ ഓരോ ചെറിയ വടിയുടെ കഷ്ണങ്ങളോ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ അത് വീണ്ടും അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ അവർക്ക് ആ പോയ ആടുകൾ അത്ര തന്നെ തിരിച്ചു വന്നു എന്ന് മനസ്സിലാക്കും. ഈ രീതിയിലൊക്കെ ആയിരുന്നു അന്ന് കൗണ്ടിങ് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ചുമരുകളിൽ ചില സ്ക്രാച്ചുകളും ഈ ചെറിയ ചെറിയ ചരടുകളിൽ കെട്ടുകളും ഒക്കെ ഇട്ടായിരുന്നു അവർ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്തിരുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾ ഈ പുതിയ ടെക്നോളജിയിലേക്ക് ഇപ്പോൾ മാറിയപ്പോൾ ഉണ്ടായ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൗണ്ടിംഗ് ആൻഡ് ദ എവല്യൂഷൻ ഓഫ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. നമുക്കറിയാം
ഇന്ന് നാം കാണുന്ന നമ്പർ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് വളരെ 1000 വർഷക്കണക്കിന് മുൻപ് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണെന്ന് നമുക്കറിയാവുന്നതാണ്. The system we use today is the product of thousands of years of progress and development. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യമായി നമ്പർ സിസ്റ്റം എന്താണ് എന്ന് മനസ്സിലാക്കാം. We can say number system is a method in which we represent numbers. നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, നാം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം ഓർ നമ്പർ സിസ്റ്റം. അതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏതായാലും പ്രാചീന കാലം മുതൽ ഉള്ള ആ നമ്പർ സിസ്റ്റങ്ങളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഇത് ഏകദേശം 3000 BC-യിലാണ് എമർജ് ആയത്. ഇതിന്റെ ബേസ് അഥവാ റാഡിക്സ് 10 എന്ന് പറഞ്ഞാൽ 10ന്റെ വ്യത്യസ്ത പവറായ 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1നെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സിമ്പിൾ, ഇപ്പോൾ ഒരു വര പോലുള്ളൊരു സിമ്പിളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ 2നെ റെപ്രസെന്റ് ചെയ്യാൻ 2 വര, അതേപോലെ 9 വരെ 9 വര. പിന്നെ 10ന്റെ പവർ 10⁻0 കഴിഞ്ഞാൽ 10⁻1 ആണ്, അപ്പോൾ 10 ആണ്. അപ്പോൾ 10നെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സിമ്പിൾ, അപ്പോൾ 10നെ റെപ്രസെന്റ് ചെയ്യാൻ ഇപ്പോൾ റാ പോലെയുള്ളൊരു സിമ്പിളാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ മലയാളത്തിലുള്ള റാ പോലുള്ളൊരു സിമ്പിളാണ് ഉപയോഗിച്ചത്. ഈ സിമ്പിളുകളെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ 20നെ റെപ്രസെന്റ് ചെയ്യാൻ 2 റാ ആയിരിക്കും. അപ്പോൾ 21 ആണെങ്കിൽ 2 റായും ഒരു വരയായിരിക്കും. അതുപോലെ 90നെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 9 റാകളായിരിക്കും ഉണ്ടായിരിക്കുക. അത് 10⁻1. പിന്നെ 10⁻2 100. അപ്പോൾ 100നെ റെപ്രസെന്റ് ചെയ്യാൻ വേറൊരു സിമ്പിൾ. അപ്പോൾ 200നെ റെപ്രസെന്റ് ചെയ്യാൻ ആ സിമ്പിൾ 2 തവണ. ഈ രീതിയിൽ 10ന്റെ പവറുകളുടെ അനുബന്ധമായിട്ടായിരുന്നു ഇതിന്റെ സിംബലുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ റാഡിക്സ് 10 എന്ന് പറയുന്നത്. കൂടാതെ ഈ നമ്പർ സിസ്റ്റം വലതു നിന്ന് ഇടതോട്ട്, നമ്മൾ അറബിക്കൊക്കെ എഴുതുന്ന പോലെ വലതു നിന്ന് ഇടതോട്ടാണ് എഴുതിയിരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ആണ് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിന്റെ ആ സിംബൽസ് നമുക്കൊന്ന് കാണാം. ഈ രീതിയിലാണ് ഇതിന്റെ സിംബൽസ് ഉണ്ടായിരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. സിംബൽസ് ഒന്നും പഠിക്കേണ്ടതില്ല, എങ്കിലും നേരത്തെ പറഞ്ഞതിന് ഒരു ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത നമ്പർ സിസ്റ്റമാണ് സുമേരിയൻ അഥവാ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം. ഈ സുമേരിയൻ നമ്പർ സിസ്റ്റം അതിന്റെ ബേസ് 60 ആണ്. നമുക്കറിയാം, ലാർജസ്റ്റ് ബേസ് ദാറ്റ് പീപ്പിൾ എവർ യൂസ്ഡ് ഇൻ നമ്പർ സിസ്റ്റംസ്. ഏറ്റവും വലിയ ബേസ് ഉള്ള നമ്പർ സിസ്റ്റമാണ്, ഏറ്റവും വലിയ ബേസ് 60. നമ്മുടെ വേറൊരു നമ്പർ സിസ്റ്റത്തിന് ഇത്ര വലിയ ബേസ് ഇല്ല. 60 ആണ് ഇതിന്റെ നമ്പർ സിസ്റ്റത്തിന്റെ, ഈ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് മനസ്സിലാക്കുക. ഈ നമ്പർ സിസ്റ്റത്തിന് 60 ബേസ് ആയതുകൊണ്ട് തന്നെ സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്നും പറയാറുണ്ട്. ഇത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, നമ്മൾ സാധാരണ നാം എഴുതുന്നത് പോലെ ഇടതു നിന്നും വലതോട്ടാണ് എഴുതുന്നത്. കൂടാതെ ഈ നമ്പർ സിസ്റ്റത്തിൽ 0യെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു പ്രത്യേക സിമ്പൽ ഉപയോഗിച്ചിരുന്നില്ല എങ്കിലും 0 എന്ന ഐഡിയ ഈ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. ഈ നമ്പർ സിസ്റ്റത്തിൽ 0 ഒരു എന്ന അതിനെ റെപ്രസെന്റ് ചെയ്യാൻ അവരൊരു ബ്ലാങ്ക് സ്പേസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. 0 എന്ന ഐഡിയ ജനറേറ്റ് ചെയ്ത നമ്പർ സിസ്റ്റമാണ് സുമേരിയൻ അഥവാ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം എന്നുകൂടി മനസ്സിലാക്കുക. ടു എക്സ്പ്രസ് 0 ലെഫ്റ്റ് എ ബ്ലാങ്ക് സ്പേസ് വിത്തിൻ ദ നമ്പർ. ഇത്രയും സുമേരിയൻ അഥവാ ബാബിലോണിയൻ അഥവാ സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇതിലെ സിംബൽസ് നമുക്കൊന്ന് വെറുതെ പരിചയപ്പെടാം.
ഇത്രയും സിമ്പിൾസ് ആണ് ഈ ബാബിലോണിയൻ നമ്പർ സിസ്റ്റത്തിന് ഉപയോഗിച്ചിരുന്നത്. സീറോയെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ബ്ലാങ്ക് സ്പേസും ഉപയോഗിച്ചിരുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് ദ ബേസ് 60. അടുത്ത നമ്പർ സിസ്റ്റമാണ് ചൈനീസ് നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റം ഏകദേശം 2500 BC-യിലാണ് എമർജ് ആയത്. We can say this is the simplest and most efficient number system. The base is 10. Here also base is 10. And here we had numbers from 1 to 9. 1 മുതൽ 9 വരെ വ്യത്യസ്ത നമ്പറുകൾ ഉപയോഗിച്ചിരുന്നു. Used small bamboo rods for representing numbers from 1 to 9. നമ്പറുകൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ചെറിയ മുളയുടെ ബാംബു റോഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. ചൈനീസ് നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ഇത്രയെ മനസ്സിലാക്കിയാൽ മതി. അതിന്റെ സിംബൽസ് നമുക്കൊന്ന് കാണാവുന്നതാണ്. ഇതാണ് ചൈനീസ് നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരുന്ന സിംബൽസ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ സിസ്റ്റമാണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഏകദേശം 500 BC, വീണ്ടും ഇങ്ങോട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു. 500 BC-യിലാണ് ഇത് എമർജ് ആയത്. അയോണിയൻ ആൽഫബറ്റ്സ് ആയ ആൽഫ മുതൽ ബീറ്റ ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഈ നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് ഇതിനെ അയോണിയൻ നമ്പർ സിസ്റ്റം എന്നും പറയാറുണ്ട്. ഇതിന്റെ ബേസും 10 തന്നെയാണ്. മീൻസ് ഇറ്റ് ഓൾസോ എ ഡെസിമൽ നമ്പർ സിസ്റ്റം. ബേസ് 10 നമ്പർ സിസ്റ്റത്തിനെയാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഹിയർ ഓൾസോ ദേ ഡിഡ് നോട്ട് ഹാവ് എനി സിംബൽ ഫോർ 0. ഒരു 0യെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു പ്രത്യേക സിംബൽസ് ഒന്നും ഈ ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നില്ല. ഗ്രീക്ക് നമ്പർ സിസ്റ്റം ഇത്രയേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തിന്റെ സിംബൽസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെയുള്ള സിംബൽസ് ആണ്, അയോണിക് അക്ഷരങ്ങളാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ നമുക്ക് സാധാരണ മാത്തമെറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്ന പല സിംബൽസ് ആണിത്. അതിനു വേണ്ടി ആൽഫ, ഒന്നിനു വേണ്ടി ആൽഫയാണ് ഉപയോഗിച്ചിരുന്നത് എന്നും കൂടി മനസ്സിലാക്കി. ഇതൊന്നും ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് റോമൻ നമ്പർ സിസ്റ്റമാണ്. നാം ഇപ്പോൾ പല ആവശ്യങ്ങൾക്കും റോമൻ നമ്പർ സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. Romans started using mathematics for more practical purposes such as construction of roads, bridges, etc. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് റോമൻസ് മാത്തമെറ്റിക്സിനെ അപ്ലൈ ചെയ്തിരുന്നു. ആകെ 7 ലെറ്റേഴ്സ് ആണ് ഈ നമ്പർ സിസ്റ്റത്തിലുള്ളത്. ക്യാപിറ്റൽ I, ക്യാപിറ്റൽ V, ക്യാപിറ്റൽ X, ക്യാപിറ്റൽ L, ക്യാപിറ്റൽ C, ക്യാപിറ്റൽ D ആൻഡ് ക്യാപിറ്റൽ M ഓഫ് ദ ആൽഫബറ്റ്സ് ഫോർ റെപ്രസെന്റിംഗ് നമ്പേഴ്സ്. നാം സ്മോൾ ലെറ്റേഴ്സും ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നാം സാധാരണ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് റോമൻ നമ്പർ സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ചാർട്ടിലൂടെ കാണാവുന്നതാണ്. 1, 2, 3, 4, 5, 6 അങ്ങനെ 10 വരെ. 11 നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. 20 2x ആണ്, 50 L ആണ്, 100 C ആണ്, 500 ക്യാപിറ്റൽ D ആണ്, 1000 M ആണ്. ഈ രീതിയിലാണ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. അടുത്ത നമ്പർ സിസ്റ്റമാണ് മായൻസ് നമ്പർ സിസ്റ്റം. ദ നമ്പർ സിസ്റ്റം വിത്ത് ബേസ് 20, ബേസ് അഥവാ റാഡിക്സ് 20 നമ്പർ സിസ്റ്റമാണ് മായൻസ്. 20 വരാൻ കാരണം ബേസ് ഈസ് ദ സം ഓഫ് നമ്പേഴ്സ് ഓഫ് ഫിംഗേഴ്സ് ആൻഡ് ടോസ്. ഫിംഗറിന്റെയും അതിന്റെ ടോയുടെയും എണ്ണം ആ 20. അങ്ങനെയാണ് നമ്മൾ വിരലുകളൊക്കെ ഉപയോഗിച്ചിട്ട് പണ്ട് കൂട്ടിയിരുന്നു. അതുപോലെ അങ്ങനെയാണ് ഇതിന്റെ ബേസ് ഡെവലപ്പ് ആയത്, ബേസ് 20 ആയത്. ഈ നമ്പർ സിസ്റ്റത്തിന്റെ പ്രത്യേകത, ദിസ് നമ്പർ സിസ്റ്റം പ്രൊഡ്യൂസ് വെരി അക്യുറേറ്റ് astronomical observations, also make measurement with greater accuracy. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ സിസ്റ്റമാണ് മായൻസ് നമ്പർ സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ബേസ് 20 ആണ് എന്നുകൂടി പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. ഇതാണ് മായൻസ് നമ്പർ സിസ്റ്റത്തിലെ നമ്പേഴ്സിന്റെ സിംബൽസിന്റെ റെപ്രസെന്റേഷൻ എന്നുകൂടി. 0ക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു സിംബൽ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഇതാണ് മായൻസ് നമ്പർ സിസ്റ്റം. 19 വരെ മായൻസ് നമ്പർ സിസ്റ്റം.
20-ന് അപ്പോൾ ഈ 2ഉം 0 ഉപയോഗിക്കും, 21-ന് 2ഉം. അപ്പോൾ ഈ രീതിയിലാണ് ഇത് യൂസ് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാം. അവസാനമായി ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്തത് ഇന്ത്യയിലാണ്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് എമർജ്ഡ് അറൌണ്ട് 1500 years ago. This is a positional decimal number system. ഇതൊരു പൊസിഷണൽ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഈച്ച് നമ്പർ ഹാസ് എ പൊസിഷൻ വാല്യൂ, ഇറ്റ് ഹാസ് എ വെയിറ്റ്. നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ, അടുത്ത ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാനുണ്ട്. So we can say this is a positional decimal number system. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി this number system had a symbol for 0. Invention of 0 is India's greatest contributions to the world. Now many countries adopted this numeral system. So this is Hindu Arabic numeral system. Okay. ഇതാണ് ഇതിൻ്റെ സിമ്പിൾസ്. നമ്മൾ ഈ മോഡേൺ സിമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മിഡീവിയൽ സിമ്പിൾ കാണാം, അറബിക് സിമ്പിൾസ് കാണാം, ഹിന്ദു സിമ്പിൾസ് കാണാം, ബ്രാഹ്മി സിമ്പിൾസ് കാണാം. ഇതെല്ലാം വ്യത്യസ്ത ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റത്തിലെ സിമ്പിൾസ് ആണ്. നൗ വി ആർ യൂസിങ് ദ മോഡേൺ സിമ്പിൾസ് 0 to 9. ഏറ്റവും താഴത്തെ റോയിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്.